ഗുഡ്സ് ഓട്ടോ ഡ്രൈവർ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ നിർണായക വഴിത്തിരിവ്. ഭാര്യ മിനി നമ്പ്യാർക്കും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞു. പ്രേരണ കുറ്റം ചുമത്തി പരിയാരം പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. BJP മുൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ മിനി പൊതുപ്രവർത്തക കൂടിയാണ്. ചൊവ്വാഴ്ച ഉച്ചയോടെ ചോദ്യം ചെയ്യലിനായി പരിയാരം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മാർച്ച് 20 രാധാകൃഷ്ണൻ KK രാധാകൃഷ്ണൻ മരിക്കുമ്പോൾ കൊല്ലപ്പെടുമ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരുന്ന ഈ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയുടെ പരിചയത്തിലുള്ള സന്തോഷം എന്ന് പറയുന്ന വ്യക്തി രാധാകൃഷ്ണനെ വെടിവെച്ചു കൊന്നു. ഇങ്ങനെയുള്ള ഒരു രീതിയാണ്. പിന്നെ ചെറുതായിട്ടൊക്കെ ന്യൂസ് ലീക്കായിരുന്നു, അവിഹിതമാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എന്നാലും എത്രത്തോളം ഈ സന്തോഷിനൊപ്പം തന്നെ പ്രാധാന്യമുണ്ട് ഈ കേസിൽ. സ്വന്തം ഹസ്ബൻഡിനെ കൊല്ലാനുള്ള പ്ലാനിങ്ങിൽ എത്രമാത്രം മിനി നമ്പ്യാർക്ക് ഇൻവോൾവ് ആയിട്ടുണ്ട്, മിനി നമ്പ്യാർ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് തെളിഞ്ഞു വരുന്നത്. അതിൻ്റെ കാര്യം നൂല് പിടിച്ച പോലെ പോലീസ് അവിടെ എത്തി. എല്ലാ തെളിവുകളും അവിടെ ഉണ്ടായിരുന്നുള്ള വേറൊരു കാര്യം. സാധാരണ രീതിയിൽ ഈ കൊലപാതകത്തിനൊരു പ്രത്യേകതയുണ്ട്. സാധാരണ രീതിയിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ മേലാത്ത പോലെയാണ് സാധാരണ കൊലപാതകങ്ങളൊക്കെ. എന്നാൽ ഇതങ്ങനെയല്ല. ഇത് ഇപ്പം കണ്ടുപിടിക്കാൻ പോലീസിന്. കാരണം രാധാകൃഷ്ണൻ്റെ വീട് പണിതുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വീട് പണി നടക്കുന്ന ആ വീട്ടിൽ രാധാകൃഷ്ണൻ ഇരുന്നപ്പം ഒരു സുഹൃത്തിൻ്റെ തോക്ക് മേടിച്ച് അവിടെ പാത്തിരിക്കുകയാണ് ചെയ്തത് സന്തോഷം. എന്നിട്ട് നേരെ അങ്ങേറെ വയറിന് വെടിവെക്കുക ചെയ്ത്. പിന്നെ നാട്ടുകാരെല്ലാം ഓടിക്കൂടുകയും ചെയ്തു. പിന്നെ അവിടെ ഫോൺ വെച്ച് മറന്നു പോയിട്ട് തിരിച്ച് ചെന്ന് ഫോൺ എടുക്കാൻ ചെയ്തപ്പോൾ സന്തോഷിനെ കൈയോടെ പോലീസ് പൊക്കി. അത് കഴിഞ്ഞ് അതിൻ്റെ തലേ ദിവസം തന്നെ മിനി സ്വന്തം വീട്ടിലോട്ട് പോന്നിട്ടുണ്ട്. ഈ രാധാകൃഷ്ണനെ കൊന്നതിന് ശേഷം മിനിയോട് പോയി സംസാരിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഉപരി ഏറ്റവും വലിയ തെളിവ് ഈ സന്തോഷ് എപ്പോഴും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ആളാണ്. ആ പോസ്റ്റിലുണ്ടായിരുന്നു, എൻ്റെ പെണ്ണിനെ നീ തൊട്ട് കളിച്ചാൽ ഞാൻ സഹിക്കില്ല, എൻ്റെ ജീവൻ വേണേലും ഞാൻ കളയും, പക്ഷേ എൻ്റെ പെണ്ണിനെ തൊട്ടാൽ ഞാൻ സഹിക്കില്ലടാ, നിന്നോട് ഞാൻ ക്ഷമിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ കൂടിയാണ് സന്തോഷിനെ പിടിച്ചത്. അപ്പോഴും മിനിയുടെ ഇതിൻ്റെ അകത്തുള്ള എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് ഒരു വ്യത്യാസമുള്ള ഈ കൊലപാതകത്തിൽ സാധാരണഗതിയിൽ അവിഹിതം കണ്ടുപിടിച്ച ഭാര്യ ഭർത്താവ് കൊല്ലുക, അല്ലെ ഭർത്താവ് ഭാര്യയുടെ കാമുകനെ കൊല്ലുക, ഇങ്ങനെയൊക്കെയാണ് പൊതുവെ കേൾക്കുക. ഇത് നേരെ തിരിച്ച് ഭർത്താവിനെ ഭാര്യയുടെ ആ പെണ്ണിൻ്റെ കാമുകനാണ് തിരിച്ചാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വാർത്തയുണ്ട്. ഈ ശല്യം ഒഴിവാകട്ടെ. ഈ കേസ് കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പരസ്യമായിട്ട് കൊന്ന പോലത്തെ ഒരു കൊലയാണിത്. പെട്ടെന്ന് തന്നെ പോലീസ് പിടിച്ചു. ഈ കൊല പോലീസ് പിടിക്കരുതാത്ത ദൃശ്യ മോഡലിലൊന്നും അല്ല അവർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. കൊലയൊക്കെ ചെയ്തിട്ട് ജയിലിൽ പോയി നല്ല നടപ്പൊക്കെ കഴിഞ്ഞ് ഒരു 5-6 വർഷം കഴിഞ്ഞ് വന്ന് ഒന്ന് ജീവിക്കാനുള്ള പ്ലാനാണോ എന്ന് ഇത് കേട്ടാൽ സംശയം തോന്നും. കാരണം രാധാകൃഷ്ണനെ ഒഴിവാക്കിയാൽ മതി എന്നുള്ള ചിന്തയുള്ളൂ. ഇനി അത് കൊലപാതകമായിട്ടാണേലും പോലീസ് പിടിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു വിചാരം പോലെ ഈ കേസ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. കാരണം അങ്ങനെയാണ്. അപ്പോൾ മിനിയുടെ റീൽസ്, അതായത് ഹസ്ബൻഡിനെ കൊല്ലാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, പല പ്ലാനിങ്ങും പദ്ധതിയൊക്കെ കാമുകനായ സന്തോഷമായിട്ട് ഇങ്ങനെ ചർച്ച നടക്കുന്നതിൻ്റെ ഇടയിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇടിയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മിനി നമ്പ്യാരെന്ന് അടിച്ചാൽ കിട്ടും. അയ്യോ എന്തൊരു റീൽസാണെന്നറിയോ, ഒരെണ്ണം കാണിക്കാം. ഇടയ്ക്കിടയ്ക്ക് പ്രപ്പോസൽസ് ഒക്കെ കിട്ടാറുണ്ട്. അപ്പോൾ ഉണ്ട്. കിട്ടാണ്ടിരിക്കാൻ മാത്രം മോശമാണോ ഞാൻ? എനിക്കും കിട്ടാറുണ്ട് പ്രപ്പോസൽസ്. ഓക്കെ, കൊറേ. ആയിക്കോട്ടെ. ഇതെന്താണിത്? എന്തു പറഞ്ഞാലും ഒരു കുലുക്കോ ഇല്ലാത്ത സ്ത്രീയോ? പിന്നല്ലാണ്ട്. അപ്പം മിനി രാഷ്ട്രീയ പ്രവർത്തകയൊക്കെയാണ്. BJP മത്സരത്തിനൊക്കെ നിന്നിട്ടൊക്കെ ഉണ്ട്, ഇലക്ഷന് നിന്നിട്ടൊക്കെ ഉണ്ട്. അത് പിന്നെ ഇതിൻ്റെ അകത്ത് ബാധിക്കുന്ന കാര്യമില്ല. എന്നാലും ആക്റ്റീവ് ആണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ്. ഭർത്താവാണേലും BJP പ്രവർത്തകനാണ്. അങ്ങനെ സന്തുഷ്ടമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു നല്ല കുടുംബമായിരുന്നു. ഈ മിനിയുടെ ഒപ്പം പഠിച്ച ആൾക്കാർ എനിക്കിവിടെ കമൻ്റ് ഇടുന്നവരുണ്ട്. ആ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവർ വളരെ നല്ല സ്ത്രീ ആയിരുന്നു, നല്ല സ്വഭാവമായിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നീടാണ് ഇങ്ങനെ മാറിയത്. അപ്പം മിനിയെക്കാട്ടും 11 or 13 എന്നൊക്കെ പറയുന്ന അത്രയും പ്രായത്തിൻ്റെ ഒരു വ്യത്യാസമുണ്ട് ഹസ്ബൻഡും മിനിയും തമ്മിൽ. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ നടത്താറുണ്ട് കേട്ടോ. അല്ലാതെ ഇന്നത്തെ പോലെ ഒരേ പ്രായക്കാരെ കല്യാണം കഴിക്കുന്നതൊക്കെ ഇപ്പോഴാണ്. നേരത്തെ 5, 6 വയസ്സ് 10 വയസ്സൊക്കെ വരെ, 9 വയസ്സ് 10 വയസ്സ് വരെയൊക്കെ നടത്താറുണ്ട്. അപ്പം ഇയാൾ നന്നായിട്ട് കുടുംബം നടത്തി പോകുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വില്ലനായിട്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ മൂന്നാമതൊരു വ്യക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് എൻട്രി ചെയ്യാൻ, കടന്നു വരാൻ അനുവാദം കൊടുത്താൽ ആ വീട്ടിലെ ഗ്രഹനാഥൻ പുറത്താന്ന് പഴമക്കാർ പറയുന്ന പോലെ തന്നെയുള്ള സംഭവമാണ് ഇവിടെ നടന്നത്. മൂന്നാമതൊരു വ്യക്തിയായ സന്തോഷ് കടന്നു വന്നു. സന്തോഷ് എങ്ങനെ കടന്നു വന്നു എന്ന് ചോദിച്ചാൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന വില്ലൻ. പക്ഷേ ഈ
പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞാൽ ഇപ്പം ജീവിതം തകർക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്ന കാര്യം, അല്ലാതെ അതിനെ ഇത്രയൊരു നൊസ്റ്റാൾജിയൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഒരു മഹത്വൽക്കരിച്ച് കാണിക്കുന്നുണ്ട്. അതിനത്ര മഹത്വമൊന്നുമില്ല. കൂടുതലും ഇപ്പം എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, കോളേജ് കാലഘട്ടത്തിലെ ആണെങ്കിൽ കണ്ടു കഴിയുമ്പം പണ്ട് ഇഷ്ടപ്പെട്ട പെണ്ണാണ്, അന്ന് പറയാൻ ധൈര്യമില്ലായിരുന്നു, എന്നാൽ ഇപ്പം പറഞ്ഞേക്കാം എന്നുള്ള രീതിക്ക് പറഞ്ഞ് പതുക്കെ വരും. ഈ തുടക്കത്തിൽ അത് കഴിഞ്ഞ് ഹസ്ബൻഡിനെ നോക്കുമ്പം ഇവൻ നല്ല സ്മാർട്ടും ചെറുപ്പക്കാരനായിട്ടും എല്ലാം നിൽക്കുമ്പോൾ ഹസ്ബൻഡിനെ നോക്കുക, ഹസ്ബൻഡാണ് പ്രായമായി കളവനായ ഒരു രീതിയായിരിക്കും. രണ്ടാമത് അയാൾ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളിൽപ്പെട്ട് വീട് പണിയാണേലും അല്ല എല്ലാവരും എങ്ങനെയാണേലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള നെട്ടോട്ടത്തിനിടെ ഭാര്യ ഒരുങ്ങിക്കൊണ്ട് മുന്നിൽ വന്ന, അയ്യോ നീ മുന്നിലെ ഹെയർ സ്റ്റൈൽ കൊള്ളാം, അല്ലെ നീ ഈ സാരി എടുത്തപ്പോൾ പതിവിലും വിപരീതമായിട്ട് ഓവർ സുന്ദരിയായി, അല്ലെ അങ്ങനെ കൊള്ളാം ഇങ്ങനെ കൊള്ളാമെന്നൊന്നും പറയാനൊന്നും അങ്ങേർക്ക് നേരം കിട്ടുന്നുണ്ടാവില്ല. പക്ഷെ കാമുകൻ ഇവിടെ നിന്ന് തള്ളി മറിക്കുന്നുണ്ടായിരിക്കും, എൻ്റെ പൊന്നോ നിന്നെ അയാൾ എന്തു ഭാഗ്യവതിയാണ്, നിന്നെപ്പോലെ ഒരു സുന്ദരിയായ പെണ്ണിനെ കിട്ടിയല്ലോ അയക്ക് എന്നുള്ള രീതി പറയാം. അത് കേൾക്കുമ്പോഴത്തേനും ഇവൾ അങ്ങോട്ട് പൊങ്ങി ഒരു പരുവാകും. പിന്നീട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പ്രണയത്തിലേർപ്പെട്ട സ്ത്രീകളെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം, അന്ന് വരെ അവർ നടന്ന പോലെയൊന്നുമല്ല, പിറ്റേ ദിവസം തൊട്ട് അവരെ സ്നേഹിച്ചു തുടങ്ങും. അപ്പം തന്നെ അവർക്ക് പല ചേഞ്ചാണ്. മോഡേണായിട്ട് അന്ന് വരെ മോഡേൺ ഇടാത്ത ഡ്രസ്സാണ് മോഡേൺ ഡ്രസ്സ് ഇടാത്തവരാണ് മോഡേൺ ഡ്രസ്സ് ഇടും. പിന്നെ ഈ ഒരു മേക്കാതൊക്കെ കുത്തിയിട്ടുണ്ട്, ഒരു 2 തവണ കൂടുതൽ കുത്തും. പിന്നെ മൂക്ക് കുത്തിട്ടില്ല മൂക്ക് കുത്തും. അങ്ങനെ മൊത്തത്തിൽ ഓവർ ചേഞ്ച് ആയിരിക്കും. മുഴുവൻ നേരം കണ്ണാടിയെ സ്നേഹിക്കും. ഏതൊക്കെയോ സ്വപ്നലോകത്ത് ബാലഭാസ്കറായിട്ടിങ്ങനെ കറങ്ങിത്തിരിച്ച് നിലാവത്തഴിച്ചു വിട്ട കോഴി പോലെ നടക്കും. ഏതായാലും ഇവിടെ ഈ കേസിൽ മിനിയിടയ്ക്ക് വന്ന ചേഞ്ച് എല്ലാം മനസ്സിലായി രാധാകൃഷ്ണൻ ഉപദേശിക്കുകയൊക്കെ ചെയ്താണ്. പക്ഷെ മിനിക്ക് തീരെ പിടിച്ചില്ല. ഒന്നും പിടിക്കില്ലല്ലോ, ശരിയോ? നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. പ്രണയം അങ്ങോട്ട് അസ്ഥിക്ക് പിടിച്ച്, പ്രണയവും കാമവും കൂടെ ഒന്നിച്ച് അസ്ഥിക്ക് പിടിക്കുക എന്ന് പറയണം. അങ്ങനെ അസ്ഥിക്ക് പിടിച്ചിരിക്കുന്ന സമയത്ത് ഉപദേശമായിട്ട് ആരും എന്നാലും ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെ ഇരിക്കുക ഇവരുടെ വീട് പണിയാൻ ഇയാൾ സന്തോഷം വന്നത് തീരെ രാധാകൃഷ്ണൻ ഇഷ്ടപ്പെട്ടില്ല. രാധാകൃഷ്ണൻ കയറി ഇടങ്കോലിട്ടു, അത് വേണ്ട എന്നുള്ള രീതിയിൽ. അത് സന്തോഷം അറിഞ്ഞപ്പോൾ സന്തോഷത്തിന് അത്രയും പോലും പിടിച്ചില്ല. പിന്നെ ഇയാളെ തീർത്ത ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി രാധാകൃഷ്ണനെ തീർക്കാൻ 2 കൂട്ടരോട് പ്ലാൻ ചെയ്ത് ആ വീട്ടിൽ പാത്തിരുന്ന് തോക്കും മേടിച്ചുകൊണ്ട് വന്നൊരു കളിതമാശ പോലെയാണ്. അതായത് ഒരു സീരിയസ് ഇല്ലാത്ത പോലത്തെ ഒരു കൊലപാതകം ഇതേപ്പറ്റി പറയുമ്പോൾ. ആരുടെയോ ഒരു സുഹൃത്തിൻ്റെ തോക്കും മേടിച്ചു, ഫേസ്ബുക്കിൽ പോസ്റ്റ് വിട്ടേച്ച് തിരിച്ചു വന്ന് കൊന്നേച്ച് നേരെ മിനിയോട് ചെന്ന് അവനെ തട്ടി ഹാ എന്നൊക്കെയുള്ള രീതി പറഞ്ഞേച്ച് പോകുന്നു. അപ്പോഴും സ്വന്തം കാമുകിയെ പൊതിഞ്ഞു പിടിച്ചിരുന്നു കേട്ടോ. ഇയാൾ മുഴുവൻ കുറ്റവും ഏറ്റെടുത്തു. മിനിയുടെ കാര്യം, മിനി നമ്പ്യാർ എന്ന പേര് പോലും അവിടെ വന്നിട്ടില്ല. എല്ലാ കുറ്റവും ഏറ്റെടുത്തു. പക്ഷേ പോലീസിന് അവർ വെറുതെ ഇരിക്കുന്നതല്ല, അവർ ഈ പണിക്ക് വെറുതെ പോയതല്ല. അവരന്വേഷിച്ചപ്പോൾ ശരിക്കും ഇവിടെ എത്തിയിട്ടുണ്ട്, മിനിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്, മിനി നമ്പ്യാരുടെ അടുത്ത്. അപ്പോൾ ഇനിയിപ്പോൾ 2 പേർ കൂടെ ജയിലിൽ കിടന്ന് ഒന്നിച്ച് ഗോതമ്പുണ്ട തിന്നാന്ന് പണ്ടത്തെ ഭാഷ. ഇപ്പം അങ്ങനെയൊന്നുമല്ല, നല്ല ചപ്പാത്തിയും മട്ടനും ചിക്കനും ഒക്കെ ആയിട്ട് കഴിയാം. അല്ലെ പിന്നെ ബഷീറിൻ്റെ മതിലുകളിനകത്ത് പറയുന്നതല്ല, അപ്പുറത്തെ മതിലും വനിതാ ജയിലിൽ ഇപ്പുറത്തെ മതിലും നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയവിറക്കാം. അങ്ങനെയൊക്കെ ആയിട്ട് 2 പേർക്കും കഴിയാം. 5-6 വർഷം കഴിയുമ്പോൾ പുറത്ത് വന്ന് കഴിയുമ്പോഴത്തേനും ഒന്നിച്ച് ജീവിക്കാം. കാരണം 2 കൂട്ടരെ കുടുംബം തകർന്ന് തരിപ്പണമായല്ലോ. അപ്പോൾ ടോട്ടലി പറഞ്ഞാൽ വിദ്യാർത്ഥി സംഗമം കൊണ്ട്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൊണ്ട് ഒരാളുടെ ജീവൻ പോയി, മറ്റ് 2 പേരുടെ ജീവിതവും പോയി എന്ന് തന്നെ പറയാം. സമൂഹത്തിൽ ഇനി അവർക്ക് എന്ത് നിലയും വിലയാണ്? നാട് വിട്ടു പോകണം. തിരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങി വന്നാൽ നാട് വിട്ടു പോകാനേ രക്ഷയുള്ളൂ. അത് തന്നെയല്ല, ഒരു നല്ല ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടം മുഴുവൻ ജയിലിൽ കിടന്നു വെച്ചാണ് തിരിച്ചു വരുന്നത്. അപ്പോഴത്തേന് ഇപ്പം തന്നെ 10-43 വയസ്സായവരാണ്. അത്യാവശ്യം പ്രായമൊക്കെ ആയി കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഇനി എന്ത് ജീവിക്കാനാണ്? എന്ത് വിഡ്ഢിത്തരം അവരൊക്കെ ചെയ്യുന്നതെന്നറിയില്ല. ഒന്നും അല്ലെങ്കിൽ ഇവർക്കൊരു നല്ല വഴി തിരഞ്ഞെടുക്കാമായിരുന്നു. ഇന്നത്തെ കാലത്ത് ആരെ വിവാഹം കഴിച്ചു മറ്റൊരാളോട് ഇനി ഇഷ്ടം തോന്നിയാലും വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെച്ച് പോകാം, അല്ലേ? ഈ രാധാകൃഷ്ണനെ വേണ്ടെന്ന് വെച്ച് ഇവർക്ക് മിനി നമ്പ്യാർക്ക് വേണേ പോകാമായിരുന്നു. മക്കളെ ഉപേക്ഷിച്ച് വേണേ പോകാമായിരുന്നു. കാമുകനാണ് വലുതെന്ന് തോന്നിയാൽ അങ്ങനെ പോകാമായിരുന്നു. കാമുകനാണേലും സ്വന്തം കുടുംബം ഇട്ടേച്ച് പോരായിരുന്നു. അതിന് മറ്റൊരാളുടെ ജീവൻ എടുക്കേണ്ട കാര്യമല്ല. ഇവർക്ക് ജീവിക്കണ എവിടെയൊട്ടേലും ഒളിച്ചോടിപ്പോയി ജീവിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സൂക്കേട് അങ്ങ് തീർന്നു കഴിയുമ്പോൾ തിരിച്ചു വരായിരുന്നു. അതിന് പകരം ഒരാളെ കൊല്ലണ്ട ഒരു കാര്യമില്ല, ഒരു ജീവൻ കളയേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഹസ്ബൻഡായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംശയരോഗം വേണമെന്നുള്ളതല്ല. പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് പറഞ്ഞാൽ അത് അത്ര നല്ലൊരു കാര്യമല്ല ഇപ്പം കടന്നു വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കോളേജിൽ പഠിച്ചതിന് ശേഷം പലരുടെ ഉള്ളിൽ പല മോഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണും. ആ സാഹചര്യങ്ങൾ അന്നത്തെ കാലത്തെ സാഹചര്യമല്ല. ഇന്ന് സ്മാർട്ട് ഫോണായി എല്ലാം ആയി, അതിൻ്റേതായ മാറ്റമുണ്ട്. അതുകൊണ്ട് അന്ന് സ്നേഹമാണെന്ന്, നിന്നെ എനിക്കിഷ്ടമാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമെന്നുണ്ടെങ്കിലും പറയാൻ ധൈര്യമില്ലാത്തവർ വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവർ അത് വാട്സാപ്പ്, സ്മാർട്ട് ഫോണിൻ്റെ സ്വാധീനം വളരെ ഇതാണ്. വാട്സാപ്പ് വഴി ഗുഡ് മോർണിംഗ് അയക്കാൻ തുടങ്ങും, ഗുഡ് നൈറ്റ് അയക്കാൻ തുടങ്ങും, പിന്നീട് ഫോട്ടോ അയക്കാൻ തുടങ്ങും, പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെന്ന് പറഞ്ഞു തുടങ്ങും. പിന്നെ
നിന്നെ ഞാൻ എങ്ങനെയായിരുന്നു കണ്ടിരുന്നെന്നുള്ളതിൻ്റെ വർണ്ണന അങ്ങോട്ട് തുടങ്ങും. അപ്പം ഞാൻ മനസ്സിൽ സങ്കല്പിച്ച ഭർത്താവായിരുന്നല്ലോ, അയ്യോ നഷ്ടബോധം, ആകെ നഷ്ടബോധമോ, എനിക്കിപ്പോൾ ഉള്ളവനാണെ അങ്ങനല്ലേ ഇങ്ങനെയല്ലേ എങ്ങനെയല്ലെന്നും പറഞ്ഞുള്ള നിരാശ, ഇതെല്ലാം സംഭവിക്കും. അപ്പം ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ട്. ആദ്യം തന്നെ ആ ഗ്രൂപ്പിൽ ഈ ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്ത് പേഴ്സണലായിട്ടാണ് പിന്നെ വിളി നടക്കുന്നത്. അങ്ങനെയാണ് പലരും ഒരു വിദ്യാർത്ഥി സംഗമം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ നിന്ന് ആ നമ്പർ എടുത്തിട്ട് പിന്നെ പേഴ്സണലായിട്ട് വിളി തുടങ്ങും. അവിടെ ഭർത്താവ് ചെക്ക് ചെയ്യണം. ആ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യുന്നിടം വരെ അനുവദിക്കാവുന്നതാണ്, കുഴപ്പമില്ല. അവിടെ കഴിഞ്ഞ് പേഴ്സണലായിട്ട് വിളിയും ചാറ്റും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും ഒക്കെ തുടങ്ങുമ്പോൾ ഒരു ചെറിയ കണ്ണ് അങ്ങോട്ട് വെച്ചേക്കണം. അത് തുടക്കത്തിലെ ഞുള്ളിക്കളയണം. അല്ലേ അവനവൻ്റെ വീട്ടിൽ എൻ്റെ ജീവിതം നായ നക്കി എന്നൊക്കെ പറഞ്ഞൊരു പാട്ടില്ലേ, അതുപോലെ വല്ലവരും കയറി നിൽക്കും. അതിഭേദം അവിടെ അത് നിർത്തണം. ഫുൾ സ്റ്റോപ്പ് ഇടേണ്ടടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റണം. മനുഷ്യനാണ്. വേറൊരു കാര്യമുണ്ട്, മനുഷ്യൻ പ്രലോഭനങ്ങളിൽ ചെന്ന് വീഴും. അത് ആണാണേലും പെണ്ണാണേലും. പിന്നീട് വീണ് കഴിഞ്ഞ് വീഴാനുള്ള എല്ലാ സാഹചര്യവും നമ്മൾ ഇണക്കി കൊടുത്തിട്ട് അവരെ കുറ്റം പറയുന്നതിലും കാര്യമില്ല. മനുഷ്യൻ്റെ മനസ്സിനെ എപ്പോഴും കൺട്രോൾ ചെയ്ത് നിർത്താനൊന്നും പറ്റിയെന്ന് പറ്റില്ല. അപ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ബുദ്ധിപൂർവമായ ഒരു കാര്യം. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നൊരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.